പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽസ്വാമി ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കം. ചടങ്ങുകളിൽ പങ്കെടുത്ത ഭക്തസഹസ്രങ്ങൾ. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. തണ്ണീർമുഖം സന്തോഷ് കുമാർ ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടത്തി. നമ്മുടെ ആയുസിന്റെ ഒരു 1/4% കഴിഞ്ഞു അല്ലേ? കാരണം കലിയുഗത്തിലെ ജീവാത്മാക്കളെ സംബന്ധിച്ച് നമ്മൾക്കൊക്കെ മനുഷ്യജന്മം കിട്ടിയവരാണ്. ഈ കലിയുഗത്തില് നമുക്ക് കിട്ടിയിരിക്കുന്ന ജന്മത്തെയാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. എന്താ ഈ മനുഷ്യജന്മത്തിന്റെ പ്രത്യേകത പറയാമോ? നമ്മളെല്ലാം എന്തുകൊണ്ടാണ് മനുഷ്യ എന്ന് വിളിച്ചത് പറയാമോ? കൊണ്ടൊക്കെ മാത്രമാണ് എന്തെങ്കിലും ഭാഗവതത്തിലൂടെ പഠിക്കാനും മനസ്സിലാക്കാനും അറിയാനും ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അല്ലാതെ വെറുതെ നമ്മൾ യജ്ഞം കൂടി പോയിട്ട് കാര്യമില്ല. കാരണം ശ്രീമദ് ഭാഗവതം ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 36 തവണ കേൾക്കാൻ ഭാഗ്യം കിട്ടി. എന്നാൽ 37ാമത്തെ തവണയെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചുകൂടെ എന്ന് സെക്രട്ടറിയോട് പ്രസിഡന്റിനോട് പറയായിരുന്നു അല്ലേ? 36 തവണ കേട്ടതല്ലേ, ഇനിയെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? ഞങ്ങൾ എത്രയോ തവണയുണ്ട് കേൾക്കണം അല്ലേ? സപ്താഹ ദിവസങ്ങൾ ഉച്ചയ്ക്ക് പ്രസാദമൂട്ടുണ്ടാകും. വരും ദിവസങ്ങളിൽ നരസിംഹാവതാരം, കൃഷ്ണാവതാരം, ഗോവിന്ദ പട്ടാഭിഷേകം, രുക്മിണി സ്വയംവരം തുടങ്ങി വിശേഷാൽ ചടങ്ങുകളോടെ 23-ന് യജ്ഞം സമാപിക്കും. ഈ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഭഗവാന്റെ ജീവിതത്തിലെ ലീലാവിലാസങ്ങൾ, അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് വലിയ അനുഭവ ലഭ്യമാണ്. അപ്പോൾ 7 ദിവസം നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം അത് സത്രനം അശ്രദ്ധം ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും അതിലെ ഒരുപാട് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഭഗവാന്റെയും ഹനുമൽസ്വാമിയുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകും. എല്ലാവരുടെയും മനസ്സിലും ഹൃദയത്തിലും ഭഗവാന്റെ എന്താ പറയുക, ഭഗവാന്റെ ആ ലീലകൾ കുടികൊള്ളുമ്പോൾ പരമായ ആനന്ദം ലഭിക്കും. ഞാനിതിനു മുമ്പ് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഭഗവാൻ ജനിച്ച മധുര മുതൽ സ്വർഗാരോഹണം പോയ ഗോരഖ്ധാം വരെ ഏതാണ്ട് 3000 കിലോമീറ്ററോളം കുരുക്ഷേത്ര ഭൂമി ഇവിടെ യാത്ര ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ എന്നോട് ഉണ്ടായിരുന്നു.